Accounting is an art of recording, classifying, summarizing in a significant manner. ബാക്കി ഞാൻ പറയണ്ടല്ലോ അല്ലേ? നമുക്ക് എല്ലാവർക്കും അക്കൗണ്ടിങ്ങിന്റെ ഇക്വേഷൻ എന്താണെന്നറിയാം. ഇന്ന് തൊട്ട് നമ്മളൊരു പുതിയ വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അക്കൗണ്ടിങ് പ്രൊഫഷണൽസ് ആവാൻ ആഗ്രഹിക്കുന്ന ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് അക്കൗണ്ടന്റ് ആയിട്ടോ അല്ലെങ്കിൽ ബുക്ക് കീപ്പർ ആയിട്ടോ ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് പോകുന്ന ഇന്ത്യയിൽ അല്ലെങ്കിൽ ദുബായിൽ, ഒമാനിൽ, സൗദിയിലൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്ന ആ, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ പറയുന്നുണ്ടാവും അവരെന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് അവർ റെഫർ ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്നൊക്കെ ഉള്ളത് പറയും. ഈ ഒരു സീരീസിന്റെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ പ്ലസ് ടു ഡിഗ്രി അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു പ്രൊഫഷണൽ കോഴ്സിൽ പഠിച്ച കാര്യങ്ങളിൽ ഏതൊക്കെയാണ് നമുക്ക് ഈ ജോബിന് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നാണ്, ഏതൊക്കെയാണ് നമ്മൾ ഒന്നുകൂടി ഒന്ന് റിഫർ ചെയ്ത് ഒന്നുകൂടി നമ്മളൊന്ന് ലേൺ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ ഒരു അക്കൗണ്ടിങ് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട് ഓവറോൾ ആയിട്ട് ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യണം, അതിൽ ജനറൽ ലെഡ്ജറിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അതിനുശേഷം അത് നമ്മുടെ ട്രയൽ ബാലൻസിലേക്ക് പോസ്റ്റിംഗ് ആവും, ദെൻ പി ആൻഡിലേക്ക് പോസ്റ്റിംഗ് ആവും, ബാലൻസ് ഷീറ്റിലേക്ക് വരും. ഈ കാര്യങ്ങളൊക്കെ നമുക്കൊരു ഓവറോൾ ഐഡിയ ഉണ്ട്. പക്ഷേ നമ്മൾ പ്രാക്ടിക്കലിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ റൂട്ടിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആയിട്ട് നമ്മൾ അറിയേണ്ടത് ഏതൊക്കെയാണ് അക്കൗണ്ട് ടൈപ്സ് എന്നുള്ളതാണ്. നമ്മളിപ്പം ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊരു അക്കൗണ്ട് ടൈപ്പ് കൊടുക്കണം, ഏത് കാറ്റഗറിയിലാണ് ഈ അക്കൗണ്ട് വരുന്നത് എന്നുള്ളത്. അപ്പൊ ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്: അസെറ്റ്സ്, ലൈബിലിറ്റി, ഇൻകം, എക്സ്പെൻസ്, ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ട്. അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് ഓണർഷിപ്പ് ഉള്ള കാര്യങ്ങളാണ് അസറ്റിൽ വരുന്നത്. നമുക്ക് ക്യാഷ് അക്കൗണ്ട്സ്, ബാങ്ക്, അതുപോലെ ഫിക്സഡ് അസറ്റ്സ്, നമ്മുടെ ഇൻവെന്ററി അല്ലെങ്കിൽ സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ഈ കാര്യങ്ങളൊക്കെയാണ് അസറ്റിൽ വരുന്നത്. ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അത് റീപേ ചെയ്യാൻ ലൈബിളാണ് നമ്മുടെ ബിസിനസ്. അത് വരുന്നതാണ് നമ്മുടെ ഈ ഒരു ക്രെഡിറ്റേഴ്സ്, അതേപോലെ തന്നെ ലോൺസ്, പിന്നെ GST പേയബിൾസ്, അല്ലെങ്കിൽ സാലറി പേയബിൾസ്, റെന്റ് പേയബിൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അടുത്ത് വരുന്നതാണ് ഇൻകം. ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ സോഴ്സ് ഓഫ് റവന്യൂ ആണ്. നമ്മൾ എങ്ങനെയാണ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്? അതൊരു പക്ഷേ സെയിൽസ് ആയിരിക്കാം, സർവീസ് ആയിരിക്കാം, അല്ലെങ്കിൽ അതർ സോഴ്സ് ഓഫ് ഇൻകം ആയിരിക്കാം. ദെൻ എക്സ്പെൻസ്. മെയിൻ ആയിട്ട് നമ്മുടെ എക്സ്പെൻസിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്: ഡയറക്റ്റ് എക്സ്പെൻസ്, ഓപ്പറേഷണൽ എക്സ്പെൻസ്, നോൺ ഓപ്പറേഷണൽ എക്സ്പെൻസ്. ഡയറക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് എന്ത് ആക്ടിവിറ്റിയിലാണോ ഏർപ്പെട്ടിരിക്കുന്നത് അതിന് ഡയറക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എക്സ്പെൻസിനെയാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് എന്താണോ ഇവർ ചെയ്യുന്നത്, ഇവരുടെ ആ ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് സെല് ചെയ്യുവാണ്, അപ്പൊ അതിന്റെ പർച്ചേസ് ആയിരിക്കും ഇതിന്റെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാണ്, അപ്പൊ അതിനെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ആയിരിക്കും അതിന്റെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വന്നിട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാലറി, റെന്റ്, ഇലക്ട്രിസിറ്റി, യൂട്ടിലിറ്റീസ്, അക്കൗണ്ടിങ് ചാർജസ്, മാർക്കറ്റിംഗ്, ബാങ്ക് ചാർജസ്, ഇതെല്ലാം നമുക്ക് ഓപ്പറേഷനിൽ വരും. നോൺ ഓപ്പറേഷനിൽ വരുന്നതാണ് നമ്മുടെ ഈ എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ്, അങ്ങനെയുള്ള അക്കൗണ്ട്സ് ഒക്കെ. അടുത്തൊരു ടൈപ്പാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇക്വിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓർഗനൈസേഷനിലെ ഓണേഴ്സ്, അതൊരു സിംഗിൾ ഓണർഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, കമ്പനി ആയിരിക്കാം, കമ്പനിയുടെ ഡയറക്ടേഴ്സ് ഒക്കെ വരും. അപ്പൊ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഇക്വിറ്റിന്റെ അണ്ടറിലായിരിക്കും. അതേപോലെ തന്നെ കറണ്ട് അക്കൗണ്ടും ഉണ്ടാവും. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു എമൗണ്ട് കാണിക്കാനും, കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് അവരുടെ വിഡ്രോവൽസ്, അതേപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന സാലറീസ്, ഇങ്ങനെ കാണിക്കാനൊക്കെ നമ്മൾ ചിലപ്പം കറണ്ട് അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പൊ അതിന് നമുക്ക് കറണ്ട് അക്കൗണ്ട്സ് ഉണ്ടാവും. അതേപോലെ തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ്, നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് വരുന്ന പ്രോഫിറ്റ് കാണിക്കാനാണ് നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ് ഉപയോഗിക്കുന്നത്. ഈ ഒരു 5 ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഏതൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ലെഡ്ജർ ഇതിൽ ഏതിന്റെ അണ്ടറിൽ വരുന്നതായിരിക്കും എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ അതിന് ആപ്റ്റായിട്ട് ഒരു പേര് കൊടുത്ത് ഇതുപോലെ ഒരു അക്കൗണ്ട് ടൈപ്പും കൊടുത്ത് നമുക്കൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഏത് ERP-യിലാണെങ്കിലും ഇങ്ങനെ തന്നെയായിരിക്കും. സാപ്പ്, ടാലി, ക്വിക്ക് ബുക്ക്, സോഹോ ബുക്സ് ഒക്കെ ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അടുത്തതാണ് ഡെബിറ്റിന്റെയും ക്രെഡിറ്റിന്റെയും റൂൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ഡെബിറ്റ് വാട്ട് കംസ് ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ ഡെബിറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു റൂള് നമ്മുടെ ഈ ഒരു 5 ടൈപ്പിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മളൊരു ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും അതേപോലെ തന്നെ ഒരു എന്ത് എൻട്രീസ് ആയിക്കോട്ടെ, സെയിൽസ്, പർച്ചേസ്, എക്സ്പെൻസ്, ഇൻകം, ഏത് എൻട്രി ആണെങ്കിലും ഈ ഒരു റൂളിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് ഒരു അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ഒരു അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്നത് നോക്കുന്നത് ഈ റൂളിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ 5 ടൈപ്പ് ഓഫ് അക്കൗണ്ട്സിനും 5 റൂളാണുള്ളത്. ഇതിൽ അസറ്റിനും എക്സ്പെൻസിനുമാണ് സെയിം റൂൾ വരുന്നത്. ലൈബിലിറ്റി, ഇക്വിറ്റി, ഇൻകം, ഇതിന് രണ്ടും ഈ 3 കാര്യങ്ങൾക്കും
ആ സെയിം റൂളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഓഫീസിലേക്ക് നമ്മളൊരു ടേബിൾ വാങ്ങിക്കുന്നു. അപ്പോൾ നമുക്കറിയാം അതൊരു ഫിക്സഡ് അസറ്റ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത്. അപ്പം നമ്മുടെ ഓഫീസിൽ നമുക്ക് എന്താണ് കൂടുന്നത്? ആ ഒരു അസറ്റാണ് അവിടെ കൂടുന്നത്. അവിടെ കുറയുന്നത് എന്തായിരിക്കും? നമ്മൾ കൊടുത്ത ക്യാഷ് അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൽ നിന്ന് പോയ എമൗണ്ട്. അപ്പം നമ്മളിവിടെ പറയുന്നുണ്ട് ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പം ഡെബിറ്റ് ചെയ്യണം. അതായത് നമ്മുടെ ആ ടേബിളിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതിനുശേഷം ഡിക്രീസ് ചെയ്യുന്ന ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് അത് നമ്മുടെ അസറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ അത് കുറയുന്ന സമയത്ത് അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അതിന്റെ എൻട്രി എങ്ങനെയായിരിക്കും? ആ ഒരു ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് ഓർ ക്യാഷ് എന്നുള്ള എൻട്രി ആയിരിക്കും ഇവിടെ പോസ്റ്റ് ആവുന്നുണ്ടാവുക. അടുത്ത് വന്നിട്ട് ലൈബിലിറ്റി എന്നുള്ള ഒരു അക്കൗണ്ട് ആണ്. ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പം ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്, ഡിക്രീസ് ചെയ്യുമ്പം ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. ഇതിനൊരു പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു പ്രൊവിഷൻ എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്യുവാണ് സാലറിക്ക്. അതായത് സാലറീൻ്റെ പ്രൊവിഷൻ എൻട്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ആ എക്സ്പെൻസിനെ ആ മാസം കൂട്ടിയിട്ട് അതിൻ്റെ പേയബിൾ അക്കൗണ്ടിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. ചെയ്യാതെ നമ്മൾ പേയബിൾ അക്കൗണ്ടിലേക്കാണ് മാറ്റുന്നത്. അപ്പം ഈ പ്രൊവിഷൻ എൻട്രീൻ്റെ അക്കൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ലൈബിലിറ്റി അക്കൗണ്ട് ആയിരിക്കും. അത് കൂടണമെങ്കിൽ നമ്മളത് ക്രെഡിറ്റ് ചെയ്യണം. അപ്പം നമ്മൾ സാലറി പേയബിൾ എന്നാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. അടുത്തത് ഈ സാലറി എക്സ്പെൻസ് എന്നുള്ള ഈ ഒരു ലെഡ്ജർ നമുക്ക് എക്സ്പെൻസ് ആണ്. അപ്പം നമ്മൾ അടുത്തതിൽ കാണുന്നുണ്ട് എക്സ്പെൻസ് എന്നുള്ള ലെഡ്ജർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം എന്ത് ചെയ്യണം? സാലറി എക്സ്പെൻസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ട് സാലറി പേയബിളിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ജേർണൽ എൻട്രിയിൽ എപ്പോഴും ഒന്നിലധികം അക്കൗണ്ട് ടൈപ്പ് റിലേറ്റ് ചെയ്തിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ടാവും. അപ്പം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ഈ അക്കൗണ്ട് ടൈപ്പിൽ നമ്മൾ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ ചെയ്യേണ്ടതെന്ന് നമ്മൾ ഈ ഒരു റൂൾ വെച്ചാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇൻകം നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്തിട്ട് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു സെയിൽസിന്റെ എൻട്രി പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ക്യാഷ് സെയിൽസ് ആണെന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മുടെ ക്യാഷ് കൂടി, ക്യാഷ് എന്ന് പറയുന്നത് നമ്മുടെ അസറ്റ് ആണ്. അസറ്റ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ദെൻ അതിനുശേഷം ആ സെയിൽസ് എന്ന് പറയുന്ന ലെഡ്ജർ നമ്മുടെ ഇൻകം ആണ്. ഇൻകം കൂടുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ എൻട്രി എങ്ങനെയായിരിക്കും? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട്. എക്സ്പെൻസിലേക്ക് വരുന്ന സമയത്ത് എക്സ്പെൻസിന്റെ റൂൾ നമ്മൾ അസറ്റിന്റെ റൂളിനോട് സിമിലർ ആണ്. ഡെബിറ്റ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുമ്പോഴും ക്രെഡിറ്റ് ചെയ്യുന്നത് ഡിക്രീസ് ചെയ്യുമ്പോഴുമാണ്. ഒരു എക്സാമ്പിൾ പറയുന്നത് ഒരു അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് 1000 റുപ്പീസ് നമ്മൾ സ്പെൻഡ് ചെയ്യുവാണ്. അപ്പോൾ ഈ മാർക്കറ്റിംഗ് എക്സ്പെൻസ് എന്നുള്ള ഹെഡിലായിരിക്കും നമ്മളിത് ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ മാർക്കറ്റിംഗ് എക്സ്പെൻസ് എന്നുള്ള ലെഡ്ജർ നമ്മുടെ എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. അത് നമ്മൾ കൂടുന്ന സമയത്ത് ഡെബിറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ബാങ്ക് എന്നൊരു അക്കൗണ്ട് നമുക്ക് അസറ്റ് ആണ്. അസറ്റ് നമ്മൾ കുറയുന്ന സമയത്ത് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ആ റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു അസറ്റ് അക്കൗണ്ട് എന്നുള്ള ഒരു എൻട്രി ആയിരിക്കും ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഇക്വിറ്റിയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഒരു ഓണർ ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുവാണ്. ഒരു 1 lakh റുപ്പീസ് കോൺട്രിബ്യൂട്ട് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ആ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ റൂൾ എന്താണ്? ഇൻക്രീസ് ചെയ്യുമ്പം ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പം നമ്മളത് 1 lakhന് ക്രെഡിറ്റ് ചെയ്തു. നമുക്ക് ബാങ്കിലേക്കാണ് വന്നതെങ്കിൽ നമ്മുടെ ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ അസറ്റ് ആണ്. അസറ്റ് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്ത് നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അതാണ് ഈ റൂള്. ഈ റൂള് നമ്മൾ ഏത് ഉറക്കത്തിലും ചോദിച്ചാൽ നമുക്ക് പറയാൻ പാകത്തിന് നമുക്ക് അത്രയും തറവായിരിക്കണം. അതായത് ഇത് മനപ്പാഠം പഠിച്ചു വെക്കുകയല്ല ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരണം എന്നുള്ളത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ആലോചിച്ച് നമ്മൾ അതൊന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഇങ്ങനെയാണ് അതിന്റെ റൂള്. അപ്പോൾ ഓരോ സിറ്റുവേഷനിലും ഇതിന്റെ ആപ്ലിക്കബിലിറ്റി ആണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അടുത്ത് വന്നിട്ട് ജേർണൽ എൻട്രീസ് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഒരു ജനറൽ ഐഡിയ ഉണ്ടായിരിക്കണം. ഇപ്പോഴത്തെ ERP-യിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് JV പോസ്റ്റ് ആവും. സെയിൽസിന്റെയും പർച്ചേസിന്റെയും ഒക്കെ നമ്മൾ ബില്ല് എൻട്രി ചെയ്യുമ്പോഴും സെയിൽസ് ഇൻവോയ്സ് എൻട്രി ചെയ്യുമ്പോഴൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് JV പോസ്റ്റ് ആവും. എങ്കിലും നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം എങ്ങനെയായിരിക്കും ഇതിന്റെ എൻട്രി പോസ്റ്റ് ആവുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഒരു സെയിൽസിന്റെ എൻട്രി പറയുകയാണെങ്കിൽ ഒരു സാധനം നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് അതിന്റെ നമുക്ക് 2 സിറ്റുവേഷൻ ഉണ്ട്. നമ്മൾ ക്രെഡിറ്റിനും സെയിൽ ചെയ്യാം, ക്യാഷിനും സെയിൽ ചെയ്യാം. അപ്പോൾ ക്രെഡിറ്റിനാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അക്കൗണ്ട്സ് റിസീവബിളിനെ ഡെബിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിനെ ഡെബിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ സെയിൽസിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ക്യാഷ് ആണെങ്കിൽ ക്യാഷിനെ ഡെബിറ്റ് ചെയ്തിട്ട് നമ്മൾ സെയിൽസിനെ ഡെബിറ്റ് ചെയ്തായിരിക്കും എൻട്രി പോകുന്നത്. പർച്ചേസ് വരുന്ന സമയത്ത് പർച്ചേസ് നമ്മുടെ എക്സ്പെൻസ് ആണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ട് നമ്മുടെ ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിന് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇൻ കേസ് നമ്മൾ ഒരു അസറ്റ് ആയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സ്റ്റോക്കിനെ ഡെബിറ്റ് ചെയ്തിട്ട് നമ്മുടെ ക്രെഡിറ്റേഴ്സിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. എക്സ്പെൻസിന്റെ എൻട്രീസ് നമുക്ക് എക്സ്പെൻസിന്റെ എൻട്രീസ് നോർമലായിട്ട് വരാറുള്ളത് സാലറീസ്, അഡ്വർടൈസിങ് എക്സ്പെൻസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, മാർക്കറ്റിംഗ്, റെന്റ്
എല്ലാ എക്സ്പെൻസും വരും. കോമൺ ആയിട്ട് ഒരു കാര്യം ഓർത്താൽ മതി, എപ്പോഴും നമ്മൾ എക്സ്പെൻസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ ബാങ്കിനെ അല്ലെങ്കിൽ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. റെസിപ്റ്റ് റെസിപ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഇൻവോയ്സിന് അഗൻസ്റ്റ് ഒക്കെ പേയ്മെന്റ് റിസീവ് ചെയ്യുകയാണെങ്കിൽ എൻട്രി പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത് എപ്പോഴും നമ്മുടെ ബാങ്കിന് അല്ലെങ്കിൽ ക്യാഷ് ആയിരിക്കും. കാരണം നമ്മൾ റിസീവ് ചെയ്തതാണല്ലോ എമൗണ്ട്. അതിനുശേഷം ക്രെഡിറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് റിസീവബിൾ അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് എന്നുള്ള അക്കൗണ്ട് ആയിരിക്കണം. കാരണം ഓൾറെഡി നമ്മൾ സെയിൽ എൻട്രി പോസ്റ്റ് ചെയ്ത സമയത്ത് ഇതിലേക്ക് ഡ്യൂ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ഡെപ്റ്റേഴ്സ് എന്നുള്ള ലെഡ്ജറിലേക്ക് ആ എമൗണ്ട് ഡ്യൂ ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റിസീവ് ചെയ്യുന്ന സമയത്ത് ഈ റിസീപ്റ്റ് എൻട്രിയാണ് നമ്മൾ അവിടെ കാണിക്കേണ്ടത്. അടുത്തത് പ്രൊവിഷൻ എൻട്രീസ്. പ്രൊവിഷൻ എൻട്രീസ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രൊവിഷൻ അല്ലെങ്കിൽ പ്രീപെയ്ഡ് എൻട്രീസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ പ്രൊവിഷൻ എൻട്രി ആണ് ലൈബിലിറ്റിനെ ക്രെഡിറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സ്പെൻസിനാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. പ്രീപെയ്ഡ് ആണെങ്കിൽ നമ്മൾ അസറ്റ് അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ട് നമ്മുടെ ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിനെ ആയിരിക്കും നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഇത്രയും ജേർണൽ എൻട്രീസും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പാകത്തിന് നമ്മൾ വെക്കുക. അതായത് എപ്പോൾ ചോദിച്ചാലും നമുക്ക് ഒന്ന് ഓർത്ത് പറയാം, ഇതിനെ ക്രെഡിറ്റ് ചെയ്യണം, ഇതിനെ ഡെബിറ്റ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അടുത്തത് നമ്മൾ ഒരു ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് അവിടെ യൂസ് ചെയ്യുന്ന ബേസിക് ടേംസ് ഉണ്ടാവും. ആ ടേംസിനെ പറ്റി നമുക്കൊരു ഐഡിയ വേണം. നമ്മൾ ഈ അക്കൗണ്ട്സ് പഠിച്ച സമയത്ത് ഇതൊക്കെ കേട്ടതാണ് എങ്കിൽ ഞാൻ ഒന്നുകൂടി അത് റീക്യാപ്പ് ചെയ്യുവാണ്. ആദ്യം വന്നിട്ട് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ ഇയർലി അല്ലെങ്കിൽ മന്ത്ലി നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡിപ്രീസിയേഷൻ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഫിക്സഡ് അസറ്റിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ട് ആ എമൗണ്ട് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നു. ഇത് മന്ത്ലി ചെയ്യുന്നവരുണ്ട്, ഇയർലി ചെയ്യുന്നവരും ഉണ്ട്. അടുത്തത് പ്രീപെയ്ഡ് ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻസ്. ഇപ്പം നമ്മളൊരു എക്സ്പെൻസ് അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ഒരു വെണ്ടറിന് നമ്മൾ അഡ്വാൻസ് കൊടുത്തു, അത് നമ്മുടെ പ്രീപെയ്ഡിലേക്ക് വരും. അതേപോലെ തന്നെ നമ്മളൊരു ഇൻകം നമ്മളൊരു ഡെപ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചു, അതും നമുക്ക് ഇതുപോലെ വരുന്നൊരു കാര്യമാണ്. അടുത്ത് വന്നിട്ട് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഒരു അസറ്റാണ്. അതിന്റെ ലൈഫ് മോർ ദാൻ 1 ഇയറിലേക്കാണെങ്കിൽ മാത്രമേ നമ്മൾ അതൊരു ഫിക്സഡ് അസറ്റ് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അത് ലെസ് ദാൻ 1 ഇയർ ആണെങ്കിൽ നമ്മൾ എപ്പോഴും അത് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. റീറ്റെയിൻഡ് ഏണിങ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ അക്യൂർ ചെയ്യുന്ന പ്രോഫിറ്റ് അക്യുമുലേറ്റ് ചെയ്ത് ഓരോ വർഷം നമ്മൾ ഇങ്ങനെ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ റീറ്റെയിൻഡ് ഏണിങ്സ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഓണേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫണ്ടാണ് ക്യാപിറ്റൽ. ക്രെഡിറ്റ് നോട്ട് അല്ലെങ്കിൽ ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത് നമ്മുടെ സെയിൽസ് റിട്ടേണിനെയാണ് നമ്മൾ ക്രെഡിറ്റ് നോട്ടിനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പർച്ചേസ് റിട്ടേൺ നമ്മൾ ഡെബിറ്റ് നോട്ടായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബാങ്ക് റീകൺസിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷന്റെ സോഫ്റ്റ്വെയറിൽ കീപ്പ് ചെയ്യുന്ന ബാങ്കിന്റെ ബാലൻസും നമ്മുടെ പാസ്ബുക്കിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുള്ള ബാലൻസ് നമ്മൾ ടാലി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് ടാലി ആക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ബാങ്ക് റീകൺസിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഇതും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വരുന്ന സെഷൻസിൽ കാണുന്നുണ്ടാവും. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ഓർമ്മിച്ചെടുത്തതാണ്.